ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉംറ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഉമ്മച്ചീൻ്റെ ഉംറയ്ക്ക് പോകുമ്പോൾ ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇനി ഉമ്മച്ചിക്ക് പോകാൻ വെറും 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. 28-ന് ശനിയാഴ്ചയാണ് ഉമ്മച്ചി പോകുന്നത്. അപ്പോൾ ഇതാ ഉമ്മച്ചി ഇതുവരെ കാര്യങ്ങളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വാങ്ങി കുറച്ചിങ്ങനെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നും നമ്മൾ പ്രോപ്പറായി എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മച്ചിൻ്റെ അബായൊക്കെ കൊണ്ടുവന്ന അബായൊക്കെ നോക്കി ഇത്താത്ത ഇസ്തിരി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടിതാ ഓരോരോ അബായും നമ്മളിങ്ങനെ മടക്കി ഏതാ കൊണ്ടുവന്നത് ഏതാ വേണ്ടാത്തത് എന്നൊക്കെ നോക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോകാനുള്ള അബായത ഇവിടെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു അബായാണ് ഉമ്മച്ചി പോകുമ്പോൾ ഇടാൻ വിചാരിക്കുന്നത്. ഇത് ബാപ്പച്ചിൻ്റെ മൂത്ത പെങ്ങള്, ഞങ്ങൾ ഇച്ചായാന്ന് വിളിക്കും. ഇച്ചായ ഉമ്മച്ചിക്ക് പോകുന്ന വകയിലൊരു ഗിഫ്റ്റായി കൊടുത്തതാണ്. അപ്പോൾ ഇതാ ഉമ്മച്ചി പോകുമ്പോൾ ഇതാണ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. അതുപോലെ റൗലയിലേക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിന് പുതിയ ഡ്രസ്സ് തന്നെയാണ് ഉമ്മച്ചി ഇട്ടത്. അതുപോലെ തന്നെ ആൻറ്റിയൊക്കെ ഉംറ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന അബായവും എടുക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ തന്നെ ഒരു കവറിലിട്ട് അടിയിലായിട്ട് വെക്കുക ചെയ്യുന്നത്. പിന്നെ ഇതാ ഉമ്മച്ചിക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഡ്രസ്സുകൾ കൂടെ ഇത്തത മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തത ഉമ്മച്ചിക്ക് മുഖമക്കനെയൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ പോകുമ്പോൾ ഇടാനുള്ള എക്സ്റ്റൻഷൻ സോക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് പിന്ന്, അതുപോലെ തന്നെ മുടിയുമ്മലിടാനുള്ള കുറച്ച് ബണ്ണ്, അതുപോലെ ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഉമ്മച്ചീനെ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇത് നമുക്ക് സൗത്ത് ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മച്ചിക്കോ വാപ്പച്ചിക്കോ ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണിത്. അപ്പോൾ ഈ ഒരു മാറ്റ് നിസ്കാരപ്പടം ഉണ്ടെങ്കിലും സുഖമാണല്ലോ, അപ്പോൾ അത് ഉമ്മച്ചി കരുതുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആൻറ്റി വിളിച്ച് ഇങ്ങനെ ആൻറ്റിയും ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മടക്കി വെച്ച കാര്യങ്ങൾ ബാഗിലോട്ട് കയറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് അബായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റൗലയിലേക്ക് മാറ്റി വെച്ചതാണെല്ലാം. അപ്പോൾ അത് നമുക്ക് വേറെ തന്നെ ഒരു പാക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഒരു കവറിലിട്ടിട്ട് നമ്മൾ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ, അതായത് അബായ, മക്കന, എക്സ്റ്റൻഷൻ, സോക്സ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുക. ഇതാ മക്കനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഇന്നർ വെയേഴ്സ്, സോക്സ്, ഹാൻഡ് എക്സ്റ്റൻഷനൊക്കെ ഈ ഒരു ഫ്രണ്ട് പോക്കറ്റിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചിനോട് എക്സ്ട്രാ ഒരു സോക്സോ എക്സ്റ്റൻഷനൊക്കെ വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മച്ചി പറയുന്നത് വേണ്ട, സ്ഥലം ഉണ്ടാവില്ല, വെയിറ്റ് കൂടുതലായിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ കളിയാക്കുകയൊക്കെ ചെയ്ത് ഇത്താത്ത വീണ്ടും എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതന്ന് നമ്മൾ ഹിദുവിന് ബാഗ് വാങ്ങാൻ പോയ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അയലും അതുപോലെ തന്നെ അതിൻ്റെ ക്ലോത്ത് ക്ലിപ്പും കൂടെ വരുന്നതാണ്. അപ്പോൾ അതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയത്. അതുപോലെ മെഡിസിന്, പിന്നെ ഇത് കൂവപ്പൊടിയാണ്.
അവിടുന്ന് വല്ല ക്ഷീണമോ പനിയൊക്കെ ആയ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും നമ്മൾ കുറച്ച് ഇതിലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ബ്രഷ്, സോപ്പ്, അതുപോലെ വെളിച്ചെണ്ണ, പേസ്റ്റ്, അതുപോലൊരു കപ്പ്, ഇതൊക്കെ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ വെക്കുമ്പോൾ നമ്മളൊന്ന് ഫുൾ റാപ്പ് ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെ ഇതാ അവിടെ ടോയ്ലറ്റിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ്. ഇനിയിപ്പം ഉമ്മച്ചിക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ ഷൂ ആണ് പോകുമ്പോൾ ഇടുന്നത്. പിന്നെ അവിടുന്ന് ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പും വാങ്ങി ഇതിൽ വെക്കണം. പിന്നെ അവിടത്തേക്ക് ആവശ്യമായ ഫ്ലാസ്കും ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാവൽസിൽ നിന്ന് കിട്ടുന്ന ബാഗ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു ചെറിയ ബാഗ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ പാസ്പോർട്ടും അതുപോലെ ടിക്കറ്റും മാത്രം വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉമ്മച്ചി ഒരു ഹാൻഡ് ബാഗ് പോലെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മച്ചി എന്തിനാണ് ഇങ്ങനെ ചിരിച്ചതെന്ന് വെച്ചാൽ, ഉമ്മച്ചി ഈ ഹാൻഡ് ബാഗിലേക്ക് മാറ്റി വെച്ച സാധനങ്ങൾ കൂടെ ആ മെയിൻ ബാഗിലേക്കാണ് വെച്ചത്. അപ്പോൾ ഇത്താതെ ചോദിച്ച് ഇങ്ങനെയുള്ള മറവിയാണെങ്കിൽ എന്താ അവിടെ എത്തിയിട്ട് ചെയ്യാന്നൊക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഉമ്മച്ചിൻ്റെ ചിരിയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ അതാദ്യം നമ്മൾ ഈ ഒരു ബാഗിലേക്ക് തന്നെ ആയിരുന്നു എല്ലാം വെച്ചത്. അപ്പോഴാണ് നമുക്കിങ്ങനെ എന്തുകൊണ്ട് ഈ ഒരു ബാഗിൽ അത് മാത്രം വെച്ച് മറ്റേതിലേക്ക് മാറ്റിക്കൂടാന്ന് ആലോചിച്ചത്. പിന്നെ നമ്മളെല്ലാം മാറ്റി നേരെ നമ്മൾ വാങ്ങിയ ഹാൻഡ് ബാഗിലേക്ക് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത്. ഈ ബാഫക്കിന്ന് കിട്ടിയ ബാഗ് പാസ്പോർട്ടും അതുപോലെ തന്നെ പെന്നും ഒരു നോട്ട്ബുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നോട്ട്ബുക്കും പാസ്പോർട്ടും മാത്രം ഇട്ട് വെക്കാൻ എടുത്തു. അതുപോലെ ഇതാ ഈ സ്നാക്സൊക്കെ ഉമ്മച്ചിക്ക് കിട്ടിയതാണ്. ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തതാണ് ഈ കടികളൊക്കെ. അതുപോലെ വാപ്പച്ചീൻ്റെ ഏട്ടന് കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബാഗാണ് നമ്മൾ വാങ്ങിയത്. ഇതാണ് ഹാൻഡ് ബാഗായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാ അതിലേക്ക് ഉമ്മച്ചീൻ്റെ സ്നാക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഉമ്മച്ചിക്ക് ഫ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ഇത്താത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ടല്ല, ഇതൊരു ബേക്കറിയാണ്. അപ്പോൾ ഇത്താത്ത അതൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിസിൻസ്, പിന്നെ തലയിലേക്ക് തേക്കാൻ വാങ്ങിയ പാരച്യൂട്ട് ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നത്. ഇന്ന് ബായിക്കും അമ്മായും കൂടെ ഉമ്മച്ചിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടു കൊടുത്തതാണ് ഈ കടി. അപ്പോൾ അതും നമ്മൾ പൊതിഞ്ഞ് എടുത്തു വെക്കുന്നുണ്ട്. ഹാദിനോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഹാദിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ നാളെ സ്കൂൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഹാദി ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്താത്തൻ്റെ പണി വളരെ ഭംഗിയായി തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നോട്ട്ബുക്കും പെന്നൊക്കെ ഉമ്മച്ചി ഹാൻഡ് ബാഗിലേക്ക്, അതായത് ബാഫക്കീൻ്റെ ഹാൻഡ് ബാഗിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. കടി വാങ്ങണ്ടേ? കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിക്കുള്ള ബീവ് എന്തെല്ലോ കൊണ്ടുവരും തോന്നുന്നു. ബിസ്ക്കറ്റ് ഒരു 100 ഷാമ്പു ഉണ്ട്. 50 ഷാമ്പു ഞാനാ വാങ്ങിയ. സോപ്പ് പൊടി, വാഷിംഗ് മെഷീൻ ജാങ്കിയാപ്പിൽ കുത്തിരിക്കുന്ന ഡ്രസ്സിനാടാ. ജാങ്കിയാപ്പിൽ ഒറ്റക്ക് തിരുമ്പാല്ല, ജാങ്കിക്കോ തിരുമ്പാനുള്ളത് തെരിയുന്ന പറഞ്ഞ് പോക്കും നടക്കില്ല. ഒയിമ്പി അങ്ങോട്ടോ പോകുക. ഇത് ഒട്ടിക്കണം. അങ്ങനെ റാപ്പ് ചെയ്ത എല്ലാ സ്നാക്സും നമ്മൾ
കുറച്ച് ഹാൻഡ് ലഗേജിലേക്കായിട്ടും അതുപോലെ കുറച്ച് ലഗേജിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ആയതുകൊണ്ട് ഉമ്മച്ചി ഒഴിവാക്കിയിട്ട് ഷോക്സ് ആണ് ഇത് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഹുസൈൻക്ക് വിളിച്ചപ്പോൾ ഉമ്മച്ചി ഹുസൈൻ കൂടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് ബാഗ് പാക്ക് ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്ന ഇത്താത്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എല്ലാം സെറ്റായപ്പോൾ ഉമ്മച്ചി ഒന്ന് അത് ഇട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ബാഗിൻ്റെ സെയിം കളർ ഒരു മക്കനെ കൂടെ അവർക്ക് കിട്ടാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഈ ബാഗിൽ ഈ 2 സ്ഥലത്തായിട്ട് ഉമ്മച്ചിൻ്റെ ഫോട്ടോയും പേരൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഉമ്മച്ചിനെ പാൽപ്പൊടി വാങ്ങാൻ വീട്ടുകയാണ്. വരും വിത്ത് യുവർ പാൽപ്പൊടി. ഉമ്മച്ചി പാൽപ്പൊടി വാങ്ങാനായിട്ട് ഗൈസ്. പാൽപ്പൊടി വാങ്ങാൻ ഉമ്മച്ചി മക്കത്ത് പോകണമാ. ആദ്യം ഉമ്മച്ചിനോട് പോയി വരുമ്പോൾ പാൽപ്പൊടി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഹാദിക്ക് പോകുന്നതിന് നല്ല സങ്കടമുണ്ട്, പക്ഷെ പാൽപ്പൊടി കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇത് ഉമ്മച്ചിക്ക് മൂത്ത കൊടുത്തതാണ് ഷൂ. അപ്പോൾ ഈ ഷൂ ഇട്ടിട്ടാണ് ഉമ്മച്ചി പോകുന്നത്. അപ്പോൾ അതൊക്കെ ഉമ്മച്ചി അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി പോകുമ്പോൾ അതിൻ്റെ അടിയിലിടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് ബാഗിൽ വെച്ച ഡ്രസ്സ് മാറ്റി പകരം വേറെ ഡ്രസ്സ് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം എടുത്തു വെച്ച് സിബൊക്കെ അടച്ചപ്പോഴാണ് ഒരു ഷാൾ എക്സ്ട്രാ എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പം ഉമ്മച്ചി ഒരു ഷാൾ എല്ലാ ഡ്രസ്സിനും ചേരുന്ന ഷാൾ എടുത്തിട്ട് അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗ് പാക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇത്താതെ ഒരു ന്യൂസ് വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.